ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ബിഗ് ബോസ് മലയാളത്തിന്റെ അണിയറയിൽ നിന്നും ഏറെ ദുഃഖകരമായ, പ്രത്യേകിച്ചും അനുമോൾ ആരാധകരെ നമുക്കറിയാം, ഈ സീസണിൽ കൈമെയ് മറിഞ്ഞ് നമ്മൾ നെഞ്ചിലേറ്റിയ ഒരു താരമാണ് അനുമോൾ. ലോകമെമ്പാടുമുള്ള അനുമോളുടെ ആരാധകർ ഇപ്പോഴും വിശ്വസിക്കുന്നത് അനുമോൾ ഈ സീസണിൽ കപ്പ് ഉയർത്തുമെന്ന് തന്നെയാണ്. അനുമോളുടെ ഗെയിം എന്ത് തന്നെ ആയിക്കോട്ടെ, ഓൾ ഇനി ഗെയിം കളിക്കാതിരുന്നോട്ടെ, ഈ സീസണിലെ കപ്പ് അനുമോൾക്ക് തന്നെ വേണമെന്ന വാശിയിലാണ് ആരാധകർ. നമുക്കറിയാം, അനീഷും അനുമോളും തമ്മിലുള്ള ഒരു വാശിയേറിയ മത്സരമാണ്. മിക്ക പോളുകളിലും അനീഷും അനുമോളും തമ്മിലുള്ള ഒരു മത്സരമാണ് കാണാൻ സാധിക്കുന്നത്. ചില പോളുകളിൽ ഇപ്പോഴും അനുമോളുടെ മുന്നേറ്റം തുടരുന്നുണ്ട്. അതായത് അനുമോൾക്ക് ഇപ്പോഴും കപ്പടിക്കാനുള്ള വലിയ സാധ്യത നിലനിൽക്കുന്നുവെന്ന് അനുമോളുടെ ലോകമെമ്പാടുമുള്ള ഫാൻസ് മനസ്സിലാക്കുന്നു. എന്നാൽ അതിനിടയിൽ വലിയൊരു തിരിച്ചടി, അനുമോൾക്ക് തിരിച്ചു വരാനാകാത്ത വിധത്തിലുള്ള തിരിച്ചടിയാണ് ഉണ്ടാകുന്നത്. ഏറെ ദുഃഖകരമായ ഒരു അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. എന്താണ് ഉണ്ടായത്, ഓരോന്നായിട്ട് ചെക്ക് ചെയ്യാം, ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമേ വീഡിയോ കാണുന്നവർ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഹൈപ്പ് ചെയ്ത് ഉറപ്പായും കാണാൻ ശ്രമിക്കുക. കള്ളഹിമാറുകളെ, എന്താണ് സംഭവിച്ചത്? വരട്ടെ. കൊമ്പും കെട്ടി നടക്കുന്നു. മോൻ കാണാൻ എനിക്ക് ദേഷ്യ. അങ്ങനെ ഒരു കാര്യം ചെയ്യ്, നീ ഇവിടെ ഇറങ്ങിപ്പോ. പിന്നെ പോയാൽ അറപ്പ് തോന്നാൻ എന്താണ്? നിന്റെ ഫേസ് അല്ല എന്റെ ഫേസ്, മനസ്സിലല്ലേ? അറപ്പ് തോന്നുന്നു. അല്ല, അവക്ക് എന്റെ ഫേസ് കാണുമ്പോ അറപ്പ് തോന്നണമെന്ന്. അറപ്പ് തോന്നുന്നുണ്ടെങ്കിൽ കേട്ടല്ലോ, ഈ ഡയലോഗ് പുറത്ത് വന്നിട്ട് പറഞ്ഞാൽ മതി കേട്ടല്ലോ. അത് ബിഗ് ബോസ് ഹൗസിൽ വന്നിട്ട് പറയേണ്ട ആവശ്യമില്ല. ഈ ഒരു സംഗതി കാണുമ്പോൾ വലിയൊരു സീനായിട്ട് തോന്നിയില്ലെങ്കിലും ഈ വരുന്ന ആഴ്ചയിൽ ഒരുപക്ഷെ ഷാനവാസിന് ശേഷം ഏറ്റവും അധികം എയറിൽ പോകാനുള്ള ഒരു ഏണി നമ്മുടെ അനുമോള് തന്നെ വെച്ചു കൊടുത്തിരിക്കുകയാണ്. ഏറെ ദൗർഭാഗ്യകരമാണ്. നമുക്കറിയാം, ഈ ഒരു പഹയൻ, അതായത് നെവിൻ എന്ന് പറയുന്ന പഹയൻ LGTVയുടെ ഒരു മെമ്പർ അല്ലെങ്കിൽ കൂടി ഓനൊരു LGTVക്കാരൻ പഹയൻ തന്നെയാണ്. ഓനെതിരെയാണ് ഈ ഒരു ആരോപണം. എന്റെ മുഖം കാണാൻ കൊള്ളില്ല, മുഖം കാണുമ്പോൾ അറപ്പ് വരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായും ലാലേട്ടൻ വെറുതെ ഇരിക്കുമോ? LGTVക്കാരെ എന്തെങ്കിലും പറഞ്ഞാൽ ബിഗ് ബോസിന്റെ ആളുകൾ വെറുതെ ഇരിക്കുമോ? അതുകൊണ്ട് തന്നെ ഈ ആഴ്ച ഏറ്റവും അധികം ഏറിൽ പോകുന്നത് അനുമോളാണെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത് മാത്രമല്ല, ഇതുകൊണ്ടുണ്ടാവുന്ന തിരിച്ചടി. അങ്ങനത്തെ വർത്താനം പറയാം. അതെന്ത് നാറി വർത്താനം അവള് പറയുന്നത്? അവർക്ക് അമ്മൂമ്മനെ കയറി വിളിക്കാം, അവർക്ക് ഒരാളുടെ മുഖം കാണുമ്പോ അറപ്പ് തോന്നാം. അപ്പൊ എന്ത് നടക്കാം? അറപ്പ് തോന്നാൻ വേണ്ടിട്ട് വരുന്നു. അല്ലെ, മുഖം കാണുമ്പോ അറപ്പ് തോന്നുള്ള വർത്താനൊക്കെ എന്തിനാ പറയണേ? അയ്യാടാ, നിനക്ക് ആരെങ്കിലും സംസാരിക്കുമ്പോ അതിൽ കയറി പിടിക്കാൻ വേണ്ടി സ്വന്തമായിട്ട് എനിക്ക് തൊള്ള തോന്നിയ വർത്താനം ഇവിടെ ആരും പറയാനൊന്നും പറ്റൂല. എനിക്ക് അറപ്പ് തോന്നുന്നെങ്കിൽ വീട്ടിൽ പോയിരിക്കണം. നിനക്ക് അറപ്പ് തോന്നുന്നെങ്കിൽ നീ വീട്ടിൽ പോയിരിക്കാനോ? നിനക്ക് അറപ്പ് തോന്നുന്നെങ്കിൽ നീ വീട്ടിൽ പോയിരിക്കേ. എന്നെ പറയണ്ട, ആരും പറയണ്ട, നീ ആരും പറയണ്ട, നീ പറയാൻ ആരുമല്ല. നിനക്ക് ഇഷ്ടമൊക്കെ നീ മിണ്ടാണ്ടിരിക്കുക. അനുമോൾ പറയുന്നത് നെവിന്റെ മാത്രമല്ല, അക്ബർ എന്ന് പറയുന്ന ഈ ഒരു കള്ള ഹിമാറിന്റെ മുഖം കാണുമ്പോഴും ഓൾക്ക് അറപ്പ് വരുമെന്നാണ് അനുമോൾ പറയുന്നത്. അക്ബറിന്റെ കാര്യത്തിൽ ഇത് വലിയ സീരിയസ് ആയിട്ട് നമ്മളൊക്കെ വഴക്കൂടും പറയുന്ന ഒരു രീതിയിലേക്ക് അത് എടുക്കത്തുള്ളൂ. പക്ഷെ നെവിന്റെ കേസ് അതല്ല. അത് മാത്രമല്ല, ലാലേട്ടൻ ഈ ഒരു ഡയലോഗ് തന്നെ ആയിരിക്കും പറയുന്നത്. ഈ വീട്ടിൽ പോയി അനക്ക് മുഖം കാണാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, ആ ഹിമാറുകളുടെ മുഖം കാണാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഈ ഇറങ്ങിപ്പോയിക്കോ എന്ന് ഉറപ്പായിട്ടും ഈ ആഴ്ച പറയും. ചർച്ച ഇത് തന്നെ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഈ നെവിൻ എന്ന് പറയുന്ന ഈ ഒരു പകയൻ എങ്ങനെ നിൽക്കുന്നു, ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് ഇത് വലിച്ചു കിട്ടിക്കൊണ്ട് പോവുകയാണെങ്കിൽ കനത്ത തിരിച്ചടി തന്നെ അനുമോൾക്കുണ്ടാവും. അത് മാത്രമല്ല, അനുമോളുടെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ടുള്ള ഉറ്റ സുഹൃത്തുക്കൾ അനുമോളെ നെഞ്ചിലേറ്റുന്നത് നമ്മൾ കണ്ട്. ലെസ്ബിയൻ ദമ്പതികളിലെ നമ്മുടെ ആദില അനുമോളെ നെഞ്ചിലേറ്റിക്കൊണ്ട് ഇങ്ങനെ പൊക്കിയെടുത്തുകൊണ്ട് നടക്കുന്നത് നമ്മൾ കണ്ടാണ്. ഒരുപക്ഷെ LGTVക്കാർക്ക് വലിയ രീതിയിലുള്ള ഒരു വോട്ട് ഈ സീസണിൽ ഉണ്ടെന്ന് മനസ്സിലാക്കിയ അനുമോളും ഷാനവാസും LGTVയെ നെഞ്ചിലേറ്റാനുള്ളൊരു ശ്രമം നടത്തുന്നുണ്ട്. ഒരുപക്ഷെ ഫിനാലയിൽ വരുമ്പോൾ LGTVയുടെ ആളുകളിൽ ഒന്നെങ്കിലും നേരത്തെ ഔട്ടാവാനുള്ള ചാൻസ് ഉള്ളത് കൊണ്ട് ആ വോട്ടെങ്കിലും നമ്മുടെ പ്രമുഖ താരങ്ങളായ അനുമോൾക്കും ഷാനവാസും കിട്ടിയേക്കാം. എന്നാൽ അനീഷ് എന്ന് പറയുന്ന ആ ഒരു പഹയനിക്ക് അത് കിട്ടത്തില്ല. അനീഷ് ഇവരെ ആരെ അടുപ്പിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ LGTVയെ നെഞ്ചിലേറ്റാൻ ഇവർ വലിയ ശ്രമം നടത്തുന്നുണ്ട്. അതിനിടയിൽ ഇതുപോലൊരു സ്റ്റേറ്റ്മെന്റ്, അതായത് ഈ നെവിൻ എന്ന് പറയുന്ന ഈ പഹയനോട് നടത്തിയ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് LGTVക്കാർ കേട്ടിട്ട് അടങ്ങിയിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിവേ, കടുത്ത തിരിച്ചടിയാണ് ഈ ഒരു ഡയലോഗിലൂടെ അനുമോൾ വരുത്തി വെച്ചിരിക്കുന്നത്. ഈ ആഴ്ച 100% ഏറിൽ പോകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇനി സീരിയൽ പ്രേമികളായ നമ്മൾ ഓരോരുത്തരും നെഞ്ചിലേറ്റ് ബിഗ് ബോസിലോട്ട് കയറ്റിവിട്ട് ഇന്നലെ നമ്മൾ പുറത്താക്കിയ ആ ഒരു പ്രമുഖ താരം, അതെ, ബിന്നി സെബാസ്റ്റ്യൻ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. ചില ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾ അനുമോളുമായി ബന്ധപ്പെട്ട് ബിന്നി സെബാസ്റ്റ്യൻ നടത്തുന്നു. ഇതും അനുമോൾക്ക് കനത്ത ഒരു തിരിച്ചടിയാവും. എന്താണ് പറയാനുള്ളത്? ബിന്നി സെബാസ്റ്റ്യൻ ക്ഷീണിതയാണ്, കടന്നു വരുന്നുണ്ട്, വന്നാട്ടെ.
ബിഗ് ബോസ് നല്ലൊരു ജേർണി ആയിരുന്നു, ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരു വാക്കിലൊന്നും പറഞ്ഞാൽ തീരൂല. അല്ല ഇപ്പോഴും ബിഗ് ബോസിൽ ഇത്രയും നാൾ നിന്നു ബിന്നി എന്ന് പറഞ്ഞൊരു അങ്ങനെ തോന്നിയായിരുന്നു ഇത്രയും നാൾ നിൽക്കാൻ പറ്റുന്നുള്ളൊരു ക്യാരക്ടർ ആയിരുന്നു എന്ന് തോന്നിയിട്ടുണ്ടോ? എന്റെ ക്യാരക്ടർ വെച്ചിട്ട് ഞാൻ ഇതിന് കൂടുതൽ നിൽക്കേണ്ടതെന്നാണ് എന്റെ കോൺഫിഡൻസ്. പക്ഷേ ആൾക്കാരുടെ തീരുമാനമല്ലേ, പിന്നെ എന്താണ് പുറത്ത് വന്നിരിക്കുന്നത് എന്താണ് വരാത്തതൊന്നും എനിക്കറിയില്ല. ഇറ്റ്സ് ഡിപ്പെൻഡ് ഓൺ ഔട്ട് അനുസരിച്ചിട്ടായിരിക്കും. ഈ ബിന്നിയുടെ എവിക്ഷൻ അനുമോളുടെ PR-ന് വ്യക്തമായിട്ട് കാണിക്കുന്ന രീതിയിലാണ്. അതായത് അനുമോളുടെ PR-നെ പറ്റി ഞാൻ പറഞ്ഞുകൊണ്ട് ഞാൻ പുറത്ത് അനുമോളുടെ പുറത്ത് അനുമോൾ നടത്തുന്ന ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഭയങ്കരമായിട്ട് ഇമ്പാക്ട് ഉണ്ടായ പോലെ തോന്നുന്നു. എനിക്ക് അങ്ങനെ അറിയില്ല. അത് അത്രയും വലിയ PR ആണോ പുറത്ത്, ഇനി അതിന്റെ അപ്പുറം കൊടുത്തിട്ടുണ്ടോ, അതിന്റെ കുറവാണോ കൊടുത്തിരിക്കുന്നത്, അതിനെപ്പറ്റിയൊന്നും എനിക്കറിയില്ല. അതായത് ബിന്നി പറയുന്നത് തന്നെ പുറത്താക്കാൻ ശേഷിയുള്ള PR-കൾ അനുമോൾക്കില്ല എന്നാണ്. അത്രയും വലിയ PR ആണോ എന്ന് തനിക്ക് സംശയമാണ്. അതായത് അനുമോൾ എന്ന് പറയുന്ന ആ ഒരു മത്സരാർത്ഥിയുടെ പ്രമുഖ താരത്തിന്റെ ലോകമെമ്പാടുമുള്ള ഫാൻസിന്റെ വലിപ്പം ഒരുപക്ഷെ ബിന്നി മനസ്സിലാക്കുന്നില്ല. ആ ഫാൻസിന്റെ ഒത്തൊരുമയുടെ ഫലമായിട്ടാണ് ഇപ്പോൾ ബിന്നി തിരുവനന്തപുരം എയർപോർട്ടിൽ എത്തിയത്. ഇനിവേ ആ ഒരു തിരിച്ചറിവ് ബിന്നിക്കില്ലാതെ പോയെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത് മാത്രമല്ല, ബിന്നി ചില വെളിപ്പെടുത്തലുകൾ അനുമോൾക്ക് കടുത്ത രീതിയിൽ പ്രതികൂലമാകുന്ന ചില സ്റ്റേറ്റ്മെന്റുകൾ പറയുന്നു. എന്താണത്? ഒരു ടാസ്ക് തന്നു. മുമ്പ് ഞങ്ങൾ പലതവണ PR-നെ പറ്റി അതിന്റെ ഉള്ളിൽ സംസാരിച്ചത് കൊണ്ടായിരിക്കണം, അതോ ഇനി പുറത്ത് എന്തെങ്കിലും കോൺട്രോവേഴ്സീസ് നടന്നിട്ടുള്ളതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ ഒരു ടാസ്ക് ബിഗ് ബോസ് തന്നു. അതിനെപ്പറ്റി എല്ലാവരും പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ ഞാൻ നേരിട്ട് കേട്ടത് കൊണ്ടിട്ടാണ് ഞാൻ അത്രയും ഷുവറായിട്ട് ഞാൻ പറഞ്ഞത്. പിന്നെ ബിഗ് ബോസ് ഹൗസിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ അവിടെ ഉള്ളവർ വിശ്വസിക്കും. ബിക്കോസ് ഞാൻ ഇല്ലാത്തൊരു കാര്യം അങ്ങനെ ഉണ്ടാക്കി പറയാറില്ല. അതുകൊണ്ടായിരിക്കും അത് ഭയങ്കര ഒരു ബൂമായി പോയത്. പക്ഷേ PR ചെയ്യുന്നത് ഒരു പരിധി വരെ തെറ്റല്ല. അതൊരു പ്രൊമോഷൻ അല്ലേ. ലൈക്ക് നിങ്ങൾ എല്ലാ മീഡിയ ഫീൽഡിലുള്ളവരല്ലേ, തെറ്റല്ല. പക്ഷെ അതുകൊണ്ട് മാത്രം ഒരു കണ്ടസ്റ്റൻസ് വിൻ ചെയ്യുമോ ഇല്ലയോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ മാർക്ക്. അപ്പോൾ അത് നമ്മുടെ ഈ സീസൺ കഴിയുമ്പോഴേ നമുക്കറിയാം. അതുകൊണ്ട് മാത്രം എനിക്ക് തോന്നുന്നില്ല ഒരിക്കലും ഒരു കണ്ടസ്റ്റന്റ്. അതായത് അനുമോൾക്ക് 16 ലക്ഷത്തിന്റെ PR ഉണ്ടെന്ന് വെളിപ്പെടുത്തൽ നടത്തുന്നു. കനത്ത തിരിച്ചടി കിട്ടുന്നു. ബിന്നി പുറത്താകുന്നു. ഏറ്റവും ഒടുവിൽ ബിന്നി പറയുന്നത് PR കൊണ്ട് മാത്രം ഒരു മത്സരാർത്ഥി ജയിക്കുമോ ഇല്ലയോ എന്ന് ഈ സീസണിൽ നമുക്ക് കണ്ടറിയാം. അതായത് ഈ സീസണിൽ അനുമോൾ ജയിക്കുവാണെങ്കിൽ ബിഗ് ബോസിന്റെ ക്രെഡിബിലിറ്റി, അതായത് ലാലേട്ടൻ ഊന്നി കഴിഞ്ഞ എപ്പിസോഡിലും പറഞ്ഞത് PR കൊണ്ട് മാത്രം ഒരാൾ ജയിക്കുമോ. നമുക്കറിയാം ഈ സീസണിൽ പ്രത്യേകിച്ച് ഗെയിമുകളിലൊന്നും ജയിക്കാത്ത, ഒരു ടാസ്ക് പോലും ജയിക്കാത്ത ഒരു പഹേറ്റിയാണ് നമ്മുടെ അനുമോള്. ഏറ്റവും ഒടുവിൽ നടന്ന ക്യാപ്റ്റൻസി ടാസ്കിൽ നെവിനോടും സാക്ഷാൽ സാബുമോനോടും പരാജയപ്പെട്ടിരിക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. അങ്ങനെയുള്ള അനുമോൾ ജയിക്കുകയാണെങ്കിൽ അത് PR-ന്റെ പിൻബലമാണെന്ന് വരികയും കനത്ത രീതിയിലുള്ളൊരു നാണക്കേട് ബിഗ് ബോസിന് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ടെന്നാണ് ബിന്നി പറഞ്ഞു വെക്കുന്നത്. എന്നാൽ ഇതുകൊണ്ടൊന്നും അനുമോളുടെ ഫാൻസ് അടങ്ങുന്നില്ല. അനുമോൾ എന്ന് പറയുന്ന തങ്ങളുടെ ഇഷ്ടതാരം കളിച്ചാലും ഇല്ലെങ്കിലും ഓൾക്ക് തന്നെ വോട്ട് ചെയ്യൂ, ഓൾ തന്നെയാണ് ജയിക്കേണ്ടത്. ഓൾ ജയിച്ച് ഓളുടെ 16 ലക്ഷത്തിന്റെ ലോൺ അടച്ച് കടം വീട്ടാൻ വേണ്ടിയാണ് തങ്ങൾ ബിഗ് ബോസ് കാണുന്നതെന്നാണ് ലോകമെമ്പാടുമുള്ള ആരാധകർ പറയുന്നത്. ഈ ഒരു തിരിച്ചടികൾക്കിടയിലും പ്രേക്ഷകർക്ക് ഏറെ സന്തോഷകരമായ ഒരു വാർത്ത വന്നിരിക്കുന്നു. മറ്റൊന്നുമല്ല, ഈ മാസം 30-ാം തീയതിയോടടുപ്പിച്ച്, അതെ, ഈ സീസണിൽ നമ്മൾ നെഞ്ചിലേറ്റിക്കൊണ്ടിരുന്നപ്പോൾ സ്വന്തം ഇഷ്ടപ്രകാരം പുറത്തുപോയ നമ്മുടെ എല്ലാം ഇഷ്ടതാരം, പ്രമുഖ നടിയും നർത്തകിയും ഗായികയും മോഡലും എയർ ഹോസ്റ്റസും എഞ്ചിനീയറും നഴ്സും ബിഗ് ബോസ് താരവും ഒപ്പം തന്നെ ഡാൻസ് ബാറിലെ ക്യാബറെ ഡാൻസ് നർത്തകിയുമായ നമ്മുടെ പ്രിയ താരം രേണു സുധി എത്തിയിട്ടുണ്ട്. ഓൾക്ക് എന്തൊക്കെ പറയാനുണ്ട്, എന്താണ്? ഒരുപാട് പേര് ഫാമിലി ആയിട്ടെന്നെ കാണാൻ വന്നു. ഒരുപാട് ഗിഫ്റ്റ് തന്നു. ഡയമണ്ട് വരെ കിട്ടി. ഒത്തിരി താങ്ക്സ്. കഴുത്ത് കിടക്കുന്ന ഡയമണ്ട്, കൈ കിടക്കുന്ന ഡയമണ്ട്. അതായത് ആ മുഖങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് വായിച്ചെടുക്കാം. മൃതപ്പനെ കാണാതെ ഇത്രയും ദിവസവും ദുബായിൽ അകപ്പെട്ടു പോയ ഒരു അമ്മയുടെ വേദന ആ മുഖങ്ങളിൽ നിന്ന് വ്യക്തമാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. താരത്തിന്റെ ബിഗ് ബോസിലെ പ്രകടനം കണ്ട് ഇഷ്ടപ്പെട്ട നിരവധി ആരാധകർ ധാരാളം സമ്മാനം ദുബായിൽ വെച്ച് കൊണ്ടു കൊടുത്തിരിക്കുന്നു. ഏറ്റവും ഒടുവിൽ തിരിച്ചെത്തിയിരിക്കുന്നു. ബഹറിനിലേക്ക് വരും ദിവസങ്ങൾ പോകുമെന്ന് പറയുമ്പോഴും അറിയാൻ സാധിക്കുന്നത് ഒരു റീ എൻട്രി ബിഗ് ബോസിലോട്ട് വീണ്ടും എത്തിച്ചേരുന്നു. മത്സരിക്കാനല്ല, വീണ്ടും മത്സരാർത്ഥികൾ
വരുന്ന ആ ഒരു സാഹചര്യം 30-ാം തീയതിയോട് അടുപ്പിച്ചുണ്ടാവുന്നു. ഈ സീസണിൽ കുറച്ച് ഏർലിയാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ ആ ഒരു സന്തോഷകരമായ ഒരു വാർത്ത അനുമോളുടെ ആരാധകർക്ക്, കുടുംബ പ്രേക്ഷകർക്ക് വലിയ തിരിച്ചടി ഉണ്ടായെങ്കിലും ഈ ഒരു വാർത്ത വളരെ സന്തോഷം നൽകുന്ന ഒന്ന് തന്നെയാണ്. കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം. അനുമോളുടെ ഈ ഒരു അവസ്ഥയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തുക. ആദ്യമായിട്ട് കാണുന്നവർ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. ഒപ്പം തന്നെ നമ്മുടെ പ്രമുഖ താരം രേണു സുധിയെ വീണ്ടും കാണാൻ ആഗ്രഹിക്കുന്നവർ എന്തുകൊണ്ട് ആഗ്രഹിക്കുന്നു എന്നുള്ളത് കമന്റായി രേഖപ്പെടുത്തുക.